ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ വെയിറ്റിങ്ങിലാട്ടോ നയനയും അനിയും അതുപോലെ അബിയും നവ്യയും എല്ലാവരും വെയിറ്റിങ്ങിലിരിക്കുകയാണ്. ഈ ഓരോരുത്തരായിട്ട് വന്നിട്ട് വിവരങ്ങളെല്ലാം ഓരോ നോട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഈ ഡിസൈനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ. അപ്പോൾ മാളവിക പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ നയന വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴും നെഞ്ചെടുപ്പോടുകൂടി എല്ലാവരും കാത്തിരിക്കുക. പിന്നെ അനന്തപുരിയിൽ എല്ലാവരും വെയിറ്റിങ്ങിലാണ് എന്താകും റിസൾട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ആദർശം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ആദർശമാണെങ്കിൽ സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ദേവയാനിയും എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഉള്ള ആ ഒരു സാറുമാരിങ്ങനെ ഈ ഒരു ഡിസൈൻസിനെ പറ്റിയും അല്ലെങ്കിൽ ജ്വല്ലറി ഫീൽഡിനെ പറ്റിയും പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ ഒരു കഴിവിനെ പറ്റിയൊക്കെ ഇങ്ങനെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ട് നയനയും അനിയും ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുറേ ഇവരിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. കിട്ടും എന്നുള്ള പ്രതീക്ഷ. അവിടെ നിന്ന് നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് നയനയെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അനിയത്തിക്ക് കിട്ടണേ എന്നുള്ളത്. ആ ഒരു സമയം കൃത്യമായിട്ട് നമ്മുടെ സാറുമാരവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു നമ്മുടെ നയനയുടെയും അനിയുടെയും പേര്, മൂർത്തി ജ്വല്ലറിയുടെ പേര്. അപ്പോൾ പാരമ്പര്യമായിട്ട് ഇവർക്ക് കൈമാറി വന്നിട്ടുള്ള ആ ഒരു ഇതെല്ലാം അവരവിടെ ഇങ്ങനെ പറയുവാണ്. അതുപോലെ തന്നെ ഡിസൈനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏത് കൊമ്പത്തുനിന്ന് ഡിസൈൻ ഇറക്കിയിട്ടും AN ജ്വല്ലറിക്ക് രക്ഷയില്ല എന്നുള്ളത് ഇവിടെ അങ്ങോട്ട് തെളിയും. അപ്പോൾ ഈ നയനയ്ക്കും അതുപോലെ എനിക്കും വിജയം കിട്ടി, അല്ലെങ്കിൽ അവരാണ് വിജയിച്ചത് എന്നുള്ള പ്രഖ്യാപനം നടന്നപ്പോഴത്തേക്കും നവ്യയുടെ മുഖത്തങ്ങ് പുഞ്ചിരി വിടർന്നു. പക്ഷെ നവ്യക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, ഇവർ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ മാളവികയുടെയും ചിരി ഇങ്ങനെ പതുക്കെ ഒരു ഇതിലിങ്ങനെ വന്നു. അപ്പോഴത്തേക്ക് അബിക്കും ഡേവിഡിനും ഇടി വെട്ടിയതുപോലെ ആയിപ്പോയി, തലയ്ക്കടി കിട്ടിയതുപോലെ ആയിപ്പോയി. അങ്ങനെ തലയ്ക്കടിച്ചതുപോലത്തെ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും കൂടി അങ്ങനെ അനിയെയും നയനയെയും അവർ വിളിച്ചു, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു, കൈയൊക്കെ കൊടുത്തു. അങ്ങനെ ഇവരുടെ ഡിസൈനും അവിടെ എല്ലാവരുടെയും മുന്നിൽ പബ്ലിഷ് ചെയ്തു. അങ്ങനെ എല്ലാം നല്ല സൂപ്പറായിട്ട് കാര്യങ്ങളെല്ലാം മൂർത്തി ജ്വല്ലറിക്ക് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ഇതങ്ങ് തീർന്ന സെക്കൻഡിൽ അവിടുത്തെ ആ ഒരു ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അബിയും ഡേവിഡും കൂടി പതുക്കെ നൈസായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കിയപ്പം നയനയും അനിയും കൂടെ ചേർന്ന് ഇവരെ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ചതി കൊണ്ട് ഒത്തിരി ഒന്നും നേടാൻ പറ്റില്ലെന്നും ചതിയിലൂടെ വളരുന്ന വളർച്ച പെട്ടെന്ന് കൂപ്പുകുത്തി താഴെ പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച ആ ഒരു രീതിയിൽ ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും AN ജ്വല്ലറിയുടെ താഴെയല്ല മൂർത്തി ജ്വല്ലറി, AN ജ്വല്ലറിയുടെ മുകളിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. സമയത്ത് നവ്യയാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് ചിരിക്കുക കേട്ടോ. എന്നിട്ട് നവ്യയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നയനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടി നയനയോട് ഇടഞ്ഞ് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് മാളവിക ഇങ്ങനെ നിൽക്കുമ്പോൾ മാളവിക ഇവരോടെല്ലാം സോറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി നയനയും അനിയും ചേർന്ന് നമ്മുടെ അനന്തമൂർത്തിയെയും അതുപോലെ മറ്റുള്ളവരെയും കാര്യങ്ങൾ അറിയിക്കുന്നു. ഈ തൊട്ടടുത്ത നിമിഷം ആദർശനെയും വിളിച്ച് നയന വിവരം പറയാം. മുത്തശ്ശൻ എന്നറിയതെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് അവിടെ ഇരുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഈ ഒരു വിവരം അനന്തപുരിയിൽ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അത് കേട്ട് അവന്തികയ്ക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടമാണെങ്കിലും പുറത്ത് ഭയങ്കര സന്തോഷം ഇങ്ങനെ ആക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ ആണല്ലോ വിജയിച്ചത് എന്നുള്ളൊരു ആശ്വാസത്തിൽ അവന്തിക്ക് ഇങ്ങനെ അവിടെ എല്ലാവരുടെയും കൂടെ നല്ല വെള്ളം ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എൻ്റെ മക്കൾ ജയിക്കുമെന്ന് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജാനകി ചാടി ഇടയിലേക്ക് കയറിയിട്ട് കണ്ടോ എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ മോൻ MD ആയതിനു ശേഷം വിജയങ്ങൾ മാത്രം, അത് അവൻ്റെ രാശിയാന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു. അപ്പോൾ ദേവയാനി പറഞ്ഞു അതല്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ ജാനകി എന്ന് പറഞ്ഞപ്പോൾ അജയൻ പറഞ്ഞു അങ്ങനെയൊന്നും എല്ലാം നമ്മുടെ മോന് വേണ്ടി ക്രെഡിറ്റുകൾ നീ മാറ്റി വെക്കേണ്ട. നയന രാവും പകലും ഇല്ലാതെ രാവിനെ പകലാക്കി അധ്വാനിച്ചത് കൊണ്ടും കഷ്ടപ്പെട്ടത് കൊണ്ടും അവൾ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ഫലമാണ് നമ്മുടെ കമ്പനിക്കുണ്ടായ വിജയം, അല്ലാതെ അത് നമ്മുടെ മകന് വെച്ച് കൊടുക്കാനുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം വീണ്ടും ജാനകി പറയുക. ആരൊക്കെ തലപ്പത്തിരുന്നെന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും തലപ്പത്തിരിക്കുന്ന ആൾക്കല്ലേ അതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളും വരുന്നത്. അത് അച്ഛൻ പറഞ്ഞത് എന്താ നിങ്ങൾ മറന്നുപോയോ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ഓരോന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദേവയാനി. അതൊന്നും പറയണ്ട അജയ, ജാനകി പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് നാഗേന്ദ്രൻ്റെ തലയിൽ ഇടി വെട്ടിയതുപോലെ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ചാടി ഒരു എഴുന്നേക്കൽ. അങ്ങനെ എഴുന്നേറ്റിട്ട് ഇവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു ഈ പറയുന്ന നമ്മുടെ ഡേവിഡിനോടൊക്കെ. അപ്പോൾ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നേരെ ഡേവിഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നവ്യയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവരുടെ മുന്നിൽ മാക്സ് അഭിനയിക്കുന്നുണ്ട്. ഇത് എന്താ സംഭവിച്ചത്, ഞാൻ ഇന്ന് അവളുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് പോരണമെന്ന് ആഗ്രഹിച്ചതാണ്, നീ ആയിട്ടത് ഇല്ലാണ്ടാക്കിയില്ലേ അബി എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്, നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചില്ലേ, പക്ഷേ എവിടെയോ എന്തോ ഒരു ഒറ്റ നടന്നിട്ടുണ്ടെന്നും ചതി നടന്നിട്ടുണ്ടെന്നും അഭിയും പറയും. അപ്പോൾ ഡേവിഡും പറഞ്ഞു അതെ
ആരോ നമ്മളെ ഒറ്റിയിട്ടുണ്ട്, അതിനൊരു സംശയമില്ല, അത് കൂട്ടത്തിലുള്ള ആൾ തന്നെ ആകാനാണ് സാധ്യത എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് നവ്യയ്ക്ക് സംഭവം മണത്തു. വേറൊന്നുമല്ല, മിക്കവാറും മാളവികയെ പിടിക്കും, മാളവികയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കും, അതുകൊണ്ട് തന്നെ മാളവികയെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അങ്ങനെ ചേച്ചിയും അനിയത്തിയും ഒക്കെയുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി. പിന്നെ വലിയൊരു സ്വീകരണം തന്നെ ഒരുക്കി നമ്മുടെ ആദർശം അവിടെ കാത്തിരിക്കുകയാണ്, അനിയെയും അതുപോലെ തന്നെ അനന്തപുരിക്കാരും. അനി വരുന്നത് വരുന്ന മാത്രയിൽ എനിക്ക് വേണ്ടുന്ന വലിയൊരു ട്രീറ്റ് തന്നെ കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും അവരെ കാത്ത് അവിടെ ഇരിക്കുന്നു. ഈ സമയം മാളവികയ്ക്കാണെന്നുണ്ടെങ്കിൽ പേടിയായി തുടങ്ങി. മാളവിക എന്നിട്ട് അവിടെ നിന്ന് പോയി. ഇവർ രണ്ടുപേരും കൂടെ നേരെ ഡേവിഡിൻ്റെ അടുത്തേക്കാണ് പോണേ. ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡേവിഡ് ഭയങ്കര ദേഷ്യം. അപ്പോൾ അച്ഛനോട് മകൻ സോറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അച്ഛാ ഞാൻ മനഃപൂർവ്വം അല്ല അച്ഛാ, അങ്ങനെ അച്ഛ ഇങ്ങനെ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പറയുവാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം ഡേവിഡ് നമ്മുടെ അബിയോട് പറഞ്ഞു. അപ്പോൾ അബി ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛാന്ന് പറയുമ്പോൾ നാഗേന്ദ്രനും പറഞ്ഞു, ഇതിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾക്കിടയിൽ ആരോ ഒറ്റുകാരി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, അത്രയും കെയർഫുള്ളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിയതെന്നും പുറത്തുനിന്ന് ഒരു ഈച്ച കുഞ്ഞു പോലും നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും പക്ഷേ കൂടെ നിന്ന് ആരോ കുതികാല് വെട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. അപ്പോൾ അത് ആരാണെന്നും എന്താണെന്നും കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്കിടയിൽ ആകെ സംശയിക്കാനുള്ളത് മാളവികയെ മാത്രമാണെന്നും മാളവികയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങളുമായി പങ്കുണ്ടെന്ന കാര്യം പറഞ്ഞപ്പോൾ അബി പറഞ്ഞു, ഒരിക്കലും ഇല്ല, മാളവിക അങ്ങനെ ഒരു പെൺകുട്ടിയല്ല, മാളവിക നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് മാളവികയോട് ഒരു ചായവുള്ളത് കൊണ്ടാണ് നീ മാളവിക തെറ്റുകാരി അല്ല എന്നിപ്പോൾ പറയുന്നത്. പക്ഷേ മാളവിക എന്ന് പറയുന്നവളെ നമുക്ക് പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. അവൾ എന്തിനു വേണ്ടിയാണോ നമ്മുടെ കമ്പനിയിൽ കയറി പറ്റിയത് അതെല്ലാം നമുക്ക് അറിയണം എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് മാളവികയെ തൂക്കണം, മാളവിക അങ്ങനെ എന്തെങ്കിലും ഒരു ചതി ഇവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞേക്ക് എന്ന് തന്നെ ഈ നാഗേന്ദ്രൻ പറയുക. അങ്ങനെ ഈ സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ ചർച്ച കാര്യങ്ങളൊക്കെ നടത്തി. ഇത് കഴിഞ്ഞതിന് ശേഷം അഭി നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് വേണ്ടുന്ന സ്വീകരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വിജയശ്രീലാളിതനായി കടന്നു വരുന്ന അനിയെ എല്ലാവരും കൂടെ ഒക്കെ എടുത്ത് ഭയങ്കര കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോഴത്തേക്ക് അനി പറഞ്ഞു, ഇതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല, എൻ്റെ കഷ്ടപ്പാടല്ല, ഞാനതിലൊന്നും ചെയ്തിട്ടില്ല, നയനേടത്തിയാണ് നമ്മുടെ കമ്പനിയെ കൂപ്പ് കുത്തിപ്പോയ നമ്മുടെ കമ്പനിയെ മുകളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ അതേ ജാനകിക്ക് അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകി ആണെന്നുണ്ടെങ്കിൽ അല്ല, അതൊക്കെ അനിയുടെ കഴിവ് തന്നെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നയനേടത്തേക്ക് അതുപോലെ ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആദർശേട്ടൻ നയനേടത്തി അതുപോലെ കിടന്ന് ഓടിയിട്ടാണ്. മുത്തശ്ശ ഇനിയെങ്കിലും അവരെ വിളിച്ചുകൊണ്ട് വന്നുകൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കാര്യം തന്നെ പലവട്ടം പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് മുത്തശ്ശൻ പറയുക. നീയാണ് തലപ്പത്തിരിക്കുന്ന ആൾ, അതുകൊണ്ട് തന്നെ ആരെവിടെ കിടന്ന് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും നിനക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് മുത്തശ്ശനും പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ ജാനകിക്ക് അങ്ങ് ഇരട്ടി സന്തോഷം. അങ്ങനെ അനി നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വരവേൽപ്പിന് അല്ലെങ്കിൽ സ്വീകരണത്തിനൊന്നും ഞാൻ യോഗ്യനല്ല, അത് ആദർശേട്ടനും നയനേടത്തേക്ക് ഉള്ളത് തന്നെയാണെന്ന് പറഞ്ഞ് അനി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ആദർശം നയനയും കൂടി അവിടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ താഴെ പോയെടുത്തുനിന്ന് കയറി വന്നു എന്നും പറഞ്ഞു. ഇപ്പോഴത്തേ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ റേറ്റിംഗ് കുതിച്ചു ഉയരുകയാണെന്നും ഷെയർ കുതിച്ചു ഉയരുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു. AN ജ്വല്ലറി ഒരുപാട് താഴെ പോയി. ഈ ഒരു സന്തോഷം ഇവർ തമ്മിൽ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഈ ഒരു സംസാരവും കാര്യങ്ങളും അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി അങ്ങോട്ട് അനന്തപുരിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അഭി അനന്തപുരിയിൽ നവ്യയുടെ അടുത്തേക്ക് വരുന്നു. നവ്യയുടെ അടുത്ത് വന്ന സമയത്ത് നവ്യയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അഭിയുടെ മുന്നിൽ. നീ എന്ത് പണിയായി കാണിച്ച, നീ ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടല്ലേ ഞാൻ നിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നത്, എന്നിട്ട് ഞാനിപ്പോൾ അവളുടെ മുന്നിൽ നാണം കെട്ടില്ലേ, നീ എന്തൊരു ഇതാ അതിനോട് ചെയ്തേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ നവ്യ ഇതൊക്കെ പറയുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി പറയാം. നമ്മളിനി എന്ത് ചെയ്യും അഭി, നമ്മുടെ കമ്പനി ഒരുപാട് താഴേക്ക് പോയി, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് നവ്യ ഇവനിങ്ങനെ ഓരോന്ന് ചോദിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അബിയുടെ നാവിൽ നിന്ന് തന്നെ മാളവികയുടെ കാര്യം വന്നു. അപ്പോൾ അതേ ഇതിങ്ങനെയൊന്നും സംഭവിക്കേണ്ടതായിരുന്നില്ല നവ്യ, ഇതിൽ എന്തോ ഒരു കൃത്രിമം നടന്നിട്ടുണ്ട്, ഒരു തിരിമറി നടന്നിട്ടുണ്ട്, അത് മാളവിക ചെയ്തതാണെന്നാണ് ഡേവിഡ് സാറൊക്കെ പറയുന്നത്. അവൾ അങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അധികം താമസിക്കാതെ അവക്കടെ ചീട്ട് കീറും. AN ജ്വല്ലറിയെയും നമ്മളെയും അവൾ ചതിച്ചതാണെങ്കിൽ പിന്നെ അവൾ ഈ ഭൂമിക്ക് മേലെ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്ന കാര്യം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് പേടിയായി. അവൾ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെറുതെ വിടരുതെന്ന് നവ്യ ഇവരോട് പറയുകയും ചെയ്യുന്നു, ഈ അഭിയോട്. അങ്ങനെ നവ്യയാണെങ്കിൽ അഭിയുടെ വിശ്വാസമൊക്കെ പിടിച്ചു പറ്റി ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയം തൊട്ടടുത്ത നേരത്ത്
നമ്മുടെ നമിത എന്ന് പറയുന്ന കൂട്ടുകാരിയെ ഈ അഭി അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നവ്യ വിളിച്ചു. മാളവികയാണ് അവരെ ചതിച്ചതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മാളവികയെ കൊല്ലാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുക. നീ ഇതിപ്പോൾ തന്നെ ആദർശേട്ടന് കൈമാറണം, മാളവികയ്ക്ക് ഒരു ആപത്ത് പോലും സംഭവിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അത് പറഞ്ഞ സെക്കൻഡ് മാത്രമേ ഫോണും കട്ട് ചെയ്തു. വേഗം തന്നെ നമിതയുടെ ഫോണിൽ നിന്ന് ആദർശിന് നമിത മെസ്സേജ് അയച്ചു. അപ്പോൾ ആദർശം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മെസ്സേജ് മാളവികയെ കൊന്നുകളയാനായിട്ട് എൻ ജ്വല്ലറിക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മാളവികയെ സൂക്ഷിക്കണമെന്നും മാളവികയുടെ ജീവൻ ആപത്താണോ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വിടുന്നത്. എന്താ ആദർശമായിട്ടാന്ന് ചോദിച്ചു. നീ ഇത് നോക്കിക്കേ, മാളവികയെ അവർ കൊന്നുകളയും, അവർ മാളവിക പിടിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് മാളവികയുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമോ ആദർശമായിട്ടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാളവികയ്ക്ക് ഒരു പോറൽ പോലും പറ്റില്ല എന്നുള്ള കാര്യമോ ആദർശം പറയുകയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ തന്നെയാണോ പോണേന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ആദർശ് വേഗം പോവാം, ഒരു കാരണവശാലും പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞു. അപ്പോൾ ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നയനെ ഫോണെടുത്ത് മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തശ്ശനോട് കാര്യങ്ങൾ പറയും. മുത്തശ്ശൻ ഇന്നപോലെ പ്രശ്നമുണ്ട്, മാളവിക അവർ പിടിച്ചു, അപ്പോൾ മാളവിക രക്ഷിക്കാനായിട്ട് ആദർശേട്ടൻ പോയിരിക്കും, ആദർശേട്ടനെ എന്താവുമെന്ന് എനിക്കറിയില്ല മുത്തശ്ശ, എനിക്ക് പേടിയാവുന്നു മുത്തശ്ശാന്നും പറഞ്ഞു. അപ്പോൾ മോൾ എന്തിനാ പേടിക്കുന്നത്, ഞാനല്ലേ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ നയനെ സമാധാനിപ്പിക്കുക കേട്ടോ. എന്നിട്ട് മോൾ ഫോൺ വെച്ചോളാനും പറഞ്ഞു, ആർക്കും ഒരു പോറൽ പോലും പറ്റില്ല എന്ന്. അങ്ങനെ മുത്തശ്ശൻ നയനെ ആശ്വസിപ്പിച്ച് ഫോൺ അങ്ങ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാളവികയെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കാം. മാളവികയ്ക്ക് നേരത്തേക്ക് ഭയങ്കരമായിട്ട് പേടിയായി. മാളവിക ഇങ്ങനെ പേടിച്ചരണ്ടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വലിയൊരു ഗോഡൗണിലാണ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ മാളവികയ്ക്ക് മനസ്സിലായി പിടിച്ചുകൊണ്ട് പോകുന്നതാണ്, തീർത്ത് കളയാനാണെന്നുള്ളത്. കൂടത്തിൽ ഡേവിഡും ഉണ്ട്. അപ്പോൾ ഡേവിഡ് ആണെന്നുണ്ടെങ്കിൽ മാളവികയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് മാളവികയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാളവികയാണ് പേടിച്ച് വരേണ്ടി ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ ഞങ്ങളെ ചതിക്കാവുന്നതാണല്ലേ, കൂടെ നിന്ന് നീ ഞങ്ങളെ ചതിച്ചല്ലേ, ഞങ്ങളെ ചതിച്ചവരാരും ഇന്ന് ഭൂമിക്ക് മേലെ ജീവനോടെ ഇരിപ്പില്ല, സ്വയം മരണത്തിലേക്ക് വന്ന് കയറുകയാണ് നീ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡേവിഡ് ഇങ്ങനെ മാളവികയെ പറഞ്ഞ് പേടിപ്പിക്കുക. പറഞ്ഞു തീർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിനക്ക് ശിക്ഷ വിധിക്കുന്നത് ഞാനല്ല, യഥാർത്ഥ ആൾ തന്നെ നിനക്ക് ശിക്ഷ വിധിക്കും എന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് തീർന്നെടുത്തതേ വരുന്നു നമ്മുടെ നാഗേന്ദ്രൻ മാളവികയുടെ അടുത്തേക്ക്. മാളവിക നാഗേന്ദ്രൻ അവസാനമായിട്ട് കണ്ടട്ടെ, കാരണം മാളവിക മരിക്കാൻ പോവുകയാണല്ലോ. ഇതാണ് നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ വിചാരിച്ചു വെച്ചിരുന്നത്. അങ്ങനെ മാളവികയുടെ മുന്നിലേക്ക് വന്നിട്ട് നീ നല്ല നടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ മാളവിക ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ മാളവികയ്ക്ക് കൃത്യമായിട്ടൊരാളെ അറിയില്ലെങ്കിലും ആ ഒരു രേഖാചിത്രം കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാളവികയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക അയാൾ. നീ മരണം ഇറന്നു വാങ്ങാൻ വേണ്ടി വന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നീ ചാരപ്പണിയായിട്ട് എൻ ജ്വല്ലറിയിലേക്ക് എത്തിയപ്പോൾ നീ എൻ ജ്വല്ലറിയിലേക്കാണ് എത്തുന്നതെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ മാളവിക ചെയ്ത കാര്യങ്ങൾ, മാളവികയ്ക്ക് ഇനി അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം പറയുക. അങ്ങനെ ഡേവിഡ് എന്ന് പറയുന്ന ആൾ വെറും മീഡിയേറ്റർ മാത്രമാണെന്നും ഈ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ അവകാശി ഞാനാണെന്നും എൻ്റെ ഇത് തകർക്കാൻ നോക്കിയ നീ ഇനി ഭൂമിക്ക് മേലെ ജീവനോടെ വേണ്ടെന്ന് ഒരുപാട് കൊന്നും കൊടുത്തും തന്നെയാണ് നാഗേന്ദ്രൻ ഇവിടെ എത്തിയതെന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം പറയുക. അപ്പം അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആദർശ് പുറകിൽ സന്തോഷത്തോടെ. കാരണം എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ അവകാശി ഇവനാണെന്നുള്ള കാര്യം ഇവർക്കൊക്കെ മനസ്സിലായി. ഇതേ സമയത്ത് മാളവികയാണെന്നുണ്ടെങ്കിൽ പേടിച്ചാരണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ തീർത്തേക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡേവിഡ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നു. ഡേവിഡ് ഇങ്ങ് പോകുന്ന സമയത്ത് ഇതേ പുറകിൽ നിന്ന് നല്ല അടിയിടിയും ചവിട്ടും കുത്തൊക്കെ ആയിട്ട് ഒരാൾ വരും. വേറെ ആരുമില്ല, നമ്മുടെ ആദർശം. എല്ലാ അവന്മാരെ നിലംപരിശാക്കി ആദർശം. എന്നിട്ട് ഡേവിഡ് എന്ന് പറയുന്നവനെ ഇട്ട് കൂട്ടത്ത് ചെവിക്കൽ തീർത്ത് ഒരൊറ്റ വരണം. അങ്ങനെ നമ്മുടെ ആദർശം എല്ലാം എന്നാ പറയുന്നത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്ത് മാളവിക ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അതിനുശേഷം നാഗേന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ മുന്നിലേക്ക് അങ്ങ് ചെന്ന് നിന്നു. നിൻ്റെ ഈ കളി നീ ഇവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നാഗേന്ദ്രന് ഭയങ്കര കലിപ്പ്. ഇങ്ങനെ പല്ലുറുമി പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നമ്മുടെ ആദർശിൻ്റെ നേരെ. ഇനി നീ മൂർത്തീസ് ജ്വല്ലറിയെയോ അല്ലെങ്കിൽ അനന്തപുരിയിലുള്ള ആരെയെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് ഒരു പോറലെങ്കിലും പറ്റിയാൽ പിന്നെ നീ ഭൂമിക്ക് മേലെ ജീവനോടെ ഉണ്ടാകില്ല. ഇത് അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ ആദർശാണ് പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇവനെ അങ്ങ് പേടിപ്പിച്ചു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവന് സഹിക്കുമോ? ഇവനങ്ങനെ പല്ല് കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ നാഗേന്ദ്രനിട്ടും കൊടുത്തു നമ്മുടെ ആദർശിൻ്റെ ഓരോ ഇടിയും മേടിച്ച് നാഗേന്ദ്രൻ അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആദർശ് നല്ല പുഷ്പം പോലെ കാര്യങ്ങളെല്ലാം തീരുമാനത്തിലെത്തിച്ചു. അതുപോലെ തന്നെ യഥാർത്ഥ ശത്രു ആരാണെന്ന് കണ്ടെത്തി.
AN ജ്വല്ലറിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് കണ്ടെത്തി. എല്ലാം കണ്ടെത്തിയതിന് ശേഷം ആദർശ് എല്ലാം കൂടി ഒരു പൊളിച്ചെടുക്കലുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ആദർശിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുവിറച്ചുകൊണ്ട് നാഗേന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. പക്ഷേ നാഗേന്ദ്രൻ്റെ ഉള്ളിലെ പക, വിദ്വേഷം, ദേഷ്യം ഇതൊക്കെ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ആദർശിനെ ഈ നാഗേന്ദ്രനെ വെല്ലുവിളിക്കുന്നുണ്ട്. നീ അധികകാലം ജീവിച്ചിരിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ എൻ്റെ കമ്പനി തകർത്തതുപോലെ തന്നെ നിന്നെ ഞാൻ തകർക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. ചതിയിലൂടെയല്ലേ നീ AN ജ്വല്ലറി എന്ന് പറയുന്ന നിൻ്റെ സ്ഥാപനം ഈ നാട്ടിലും ഫേമസ് ആക്കിയത്. അപ്പോൾ പിന്നെ ചതിക്ക് തിരിച്ച് ചതി തന്നെയല്ലേടാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നാഗേന്ദ്രനോട് ചോദിക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നും രണ്ടൊക്കെ പറയുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളൊക്കെ ആയി. ഇനി നീ ആരെയും നുള്ളി നോവിക്കാൻ പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ആദർശിനോട് തിരിച്ചു പറയണം, നിൻ്റെ കുടുംബം വരെ എൻ്റെ കാൽച്ചോട്ടിൽ ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ നീ നോക്കിക്കോടാ. ഈ നാഗേന്ദ്രൻ ഒന്നിന് തുരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ നാഗേന്ദ്രൻ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും കാര്യങ്ങളും നടത്തി. എന്നിട്ട് പിന്നെ നാഗേന്ദ്രൻ അവിടുന്ന് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാളവികയും കൂട്ടിക്കൊണ്ട് ആദർശം ഇങ്ങോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ മാളവികയോട് ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ പറയുവാണ്. അതുപോലെ തന്നെ ക്ഷമയൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അതെല്ലാം കേട്ട് മാളവിക ആദർശനോട് സാർ അങ്ങനെയൊന്നും പറയരുതെന്നും എൻ്റെ കടമ മാത്രമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാളവിക എന്നിട്ട് ആദർശനോടും പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ അവസാനിച്ചതിൽ ഒരുപാട് ക്ഷമയൊക്കെ ആദർശ് മാളവികയോട് പറയാം. അങ്ങനെ മാളവികയുടെ ദൗത്യം പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞ് മാളവികയെ സേഫായി തന്നെ കൊണ്ടുവന്നാക്കി നമ്മുടെ ആദർശ്. പിന്നെ നവ്യാണെന്നുണ്ടെങ്കിൽ മാളവികയ്ക്കും എല്ലാം പറ്റുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് അബി അങ്ങോട്ടേക്ക് വന്നപ്പോൾ നവ്യയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടവും ഒരു പേടിയൊക്കെ. നിനക്ക് എന്താ പറ്റിയത് നവ്യ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം മാളവികയുടെ കാര്യത്തുള്ള പേടിയാണല്ലോ. പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ തകർന്നു പോയല്ലോ അബി, ഇനി എന്നെ ചെയ്യൂടാന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കും. അപ്പോൾ നീ പേടിക്കണ്ട, അവളെ തീർത്തിട്ടുണ്ടാവും ഇതിനോടകം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അബി ഇങ്ങനെ നവ്യയോട് പറയുന്നു. അപ്പോൾ അബി ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. നവ്യ ഇല്ലടാ, അവളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിനക്കോ നിൻ്റെ സംഘത്തിലുള്ളവനോ സാധിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയല്ലേ, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.